ഹായ്, ഇതാര്? ഓമനക്കുട്ടിയോ? എങ്ങോട്ടാ? ചന്തയ്ക്കോ അതോ ടൗണിലോ? കഴിഞ്ഞ ദിവസം തനിക്ക് കിട്ടിയത് പോരെയോ? താൻ എന്നെ ഓമനക്കുട്ടിയെന്നൊന്നും വിളിക്കണ്ട. എനിക്കൊരു പേരുണ്ട്, ഓമന എന്ന് വിളിച്ചാൽ മതി. അതിൻ്റെയോ ആവശ്യമില്ല. അയ്യോ, സോറി, അത് ഞാൻ മറന്നുപോയി. ഇനി ഞാൻ വിളിക്കില്ല ഓമനക്കുട്ടി. സത്യം ഓമനക്കുട്ടി. അതിലേ നല്ല പച്ച പപ്പങ്ങ മേടിച്ച് പുഴുങ്ങി തിന്നാ മതി. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടോ. അപ്പൊ കൃമിയൊക്കെ ചത്തോളും കേട്ടോ. ഇതിനൊക്കെയുള്ള പ്രതിവിധി മനസ്സിലായോ? ഓമനക്കുട്ടിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരും. ഒന്നെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, അതല്ലെങ്കിൽ ഇതിന്റെ ഗുണ്ടകളെ കൊണ്ട് ഞാൻ തല്ലിക്കും. കേട്ടടാ പരദൂഷണം പപ്പ. അതെ, ഞാൻ പരദൂഷണം പപ്പൻ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് രമ്യതയിലങ്ങാൻ പോയാ പോരെ? ഏത്? അതെ, ഒരു കല്യാണം ആലോചിച്ചാലോ? ആർക്കാണ് കല്യാണം ആലോചിക്കുന്നത്? തന്നെ എനിക്കാണോ കല്യാണം ആലോചിക്കുന്നത്? സത്യം വിടുന്നേ. ഞാൻ ഓമനക്കുട്ടിക്ക് അല്ല, ഓമനക്കല്ല കല്യാണം ആലോചിച്ചത്. തെറ്റിദ്ധരിച്ചു. പിന്നെ അതെ, എൻ്റെ കസ്റ്റഡിയിൽ ഒരു ചെക്കനുണ്ട്. അവന് വേണ്ടി ഒരു പെണ്ണ് വേണം, അല്ലാതെ ഓമനയ്ക്കല്ല. എനിക്ക് പെണ്ണ് കൂട്ടിക്കൊടുപ്പല്ല പണി. എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഞാൻ നിൽക്കണേന്ന് എന്നും പറഞ്ഞേ എനിക്കൊരു ചെക്കൻ്റെ ആവശ്യവുമില്ല കേട്ടോ. അല്ല, ഓമന ഇങ്ങനെ നടക്കുമല്ലേ? എങ്ങനെ നടക്കുമെന്നാണോ ഞാൻ പറയണത്? അല്ല, ചന്തയിലും ടൗണിലുമായിട്ടൊക്കെ നടക്കുന്നതല്ലേ, അപ്പൊ ആരെങ്കിലും ഒക്കെ കാണൂലേ? തന്നെ ഇങ്ങനെ വിട്ടാ പറ്റൂല. എന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങരുത് കേട്ടോ. തന്നെ ഞാൻ എന്ത് പറ്റി? ഞാൻ കാണാൻ പറ്റുന്ന പോലെ നടന്നോ? എന്താ ഓമനെ? എന്താണ് പപ്പ പ്രശ്നം? എന്താ പ്രശ്നം? ഇയാക്കേ ഇപ്പൊ ഒരു വിളി ഓമനക്കുട്ടിയെന്ന്. അത് കൊള്ളാലോ, അത് നല്ല പേരല്ലേ? അതെനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ഇഷ്ടം കൊണ്ടല്ലേ തോമസ് ചേട്ടാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? താൻ എന്നെ വിളിക്കണ്ട തോമസ് ചേട്ടാ. ദൈവം അടിയില്ലേ, ഞാൻ ഇയാ തല്ലാനെടുത്തതാ. രണ്ടെണ്ണം കൊടുക്കട്ടെ ഞാൻ. മനോഹരവും മൃദുലവുമായ ഈ ഓമനക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങാൻ എന്ത് രസമായിരിക്കും. എടാ പപ്പ, തനിക്ക് നാണയില്ലടോ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ അടി വാങ്ങാൻ? ഇയാളെ കൈ കൊണ്ടല്ല അടിക്കാനുള്ളത്. തന്നെ ഞാനേ ശരിയാക്കി തരാം. വേണ്ട വിട്ടോ. കയ്യിന്ന് പോണ വടിയും വായിന്ന് വന്ന വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ചരിത്രവും പഴമൊഴിയും. ചേച്ചി, ഇവൻ നേരത്തെ പരദൂഷം മാത്രമേ പറയുള്ളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, പെണ്ണുങ്ങളെ വഴി നടക്കാൻ പോലും ഇവൻ സമ്മതിക്കില്ല. ആഹാ, നീ ആള് കൊള്ളാലാടാ. അന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാടാ. ഇല്ല പാറുവമ്മേ, അങ്ങനെയൊന്നുമില്ല. ഒരു രസം, ഒരു സുഖം. അത് ശരി, ഇത് ചെറിയ രോഗമൊന്നും അല്ലല്ലോ. ഇത് ചെറിയ രോഗമൊന്നുമല്ല, ഇമ്മണി വലിയ രോഗമാണ്. തോമസ് ചേട്ടൻ പരദൂഷണം, ഓമന, പാഷാണം പാറു, എന്താ കാഴ്ച!
ആരാടെ പാട്ടാണം പറഞ്ഞതിന്റെ അമ്മനെ പോലെയാടാ. വന്നപ്പോഴേ കിട്ടേണ്ടത് കിട്ടിയപ്പോ ഷെരീഫിന് മതിയായി. അയ്യേ അയ്യേ. ഒരു ഷെരീഫെ, നാണം കെട്ടവന്റെ രാശിയിൽ ഒരാല് മുളച്ചാൽ അതൊരു തണല. ചേട്ടാ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഉദ്ദേശമല്ല പറഞ്ഞത്, ഈ പരദൂഷം പപ്പനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നെ ഉദ്ദേശിച്ച ഈ പറഞ്ഞതൊക്കെ നിനക്കെ നന്നായി ചേരുകയുള്ളൂ. സോളാങ്കിയുടെ നായയുടെ നിലയിൽ തേങ്ങാ വീടെന്ന് പറയുന്നത് പോലെ ഞാനെന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? റോട്ടിൽ കൂടെ പോണ ഞാൻ നിങ്ങളെ കണ്ട് വണ്ടി നിർത്തിയെന്നല്ലേ ഉള്ളൂ. ഇതല്ലേ ഞാൻ ചെയ്ത തെറ്റ്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നിക്കണം ഷെരീഫെ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് പോയാ മതി. എന്താ പ്രശ്നം? ഇവിടെ എന്തൊരു പ്രശ്നമുണ്ടോ? ഉണ്ടെന്നേ. ഇല്ലെന്നേ. ഇല്ല. ഒരാള് പറയണില്ലെന്ന്, ഒരാള് പറയണില്ലെന്ന്. ഏതാ ശരി? അതെ, ഇയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. ആണോ പാപ്പ? നീ ഇനിയും പെണ്ണുങ്ങളെ മാനസികമായി പീഡിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ നിന്റെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കട്ടാടാ. ശരിയാ. പിന്നെ അകത്ത് കിടന്ന് ഉണ്ടേ വെള്ളം കുടിക്കും. അപ്പൊ തീരും നിന്റെ കടി. ഇട്ടോ ഇട്ടോ, അകത്തിട്ടോ. തന്നോടൊക്കെ ആരാ പറഞ്ഞ ഇപ്പൊ ജയിലിലൊക്കെ ഉണ്ടേ വെള്ളമാണെന്ന്? പണ്ടേ ജയിലുകാർ പട്ടിണിയിലായിരുന്നു. അന്ന് ജയിലിൽ കിടക്കുന്നവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവരുടെ കാശ് കൊണ്ടാണ് അവർക്കൊക്കെ ഉണ്ടേ വെള്ളവും കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നേ ജയിലിലൊക്കെ ഇഷ്ടംപോലെ കാശുണ്ട്. ഇന്ന് ചിക്കനും മട്ടനും ഒക്കെയാ കൊടുക്കുന്നത്. ഷെരീഫെ, അപ്പം പറഞ്ഞത് നേരാ. ഇന്ന് കാലം മാറി. അവിടെ ചിക്കനും മട്ടനൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാലേ ഇവനിക്ക് കണ്ട് കൊടുത്തിട്ട് വിടണം. ശരി, ഞാൻ തന്നെ തുടങ്ങി വെക്കാം. എനിക്കും പെണ്ണുങ്ങളോട് കളിച്ച എനിക്ക് എന്തിന്റെ കേടാ? വല്ലവന്റെ ഒക്കെ തല്ല് കൊള്ളാനായി. അയ്യോ.